ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വേറൊരു വീഡിയോ ആണ്. ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു പ്രോബിലിറ്റിയുടെ ഗെയിമാണ്. ഇവിടെ ബയ്യർ ആണെങ്കിൽ അപ്പുറത്ത് സെല്ലർ ഉണ്ടാവും. സോ ഈ രണ്ട് പേരും മാർക്കറ്റിൽ ഉള്ളതുകൊണ്ടാണ് മാർക്കറ്റിൽ മൂവ്മെന്റും വോളറ്റിലിറ്റി എല്ലാം നടക്കുന്നത്. അതിൽ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വന്ന് നമ്മളെപ്പോലെ റീറ്റെയിലേഴ്സിന് ചിലപ്പോൾ പൈസ അടിച്ചു കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞ് നമ്മൾ അവർ പറയുന്ന ട്രേഡിംഗ് സ്ട്രാറ്റജി മാത്രമേ വർക്കൗട്ട് ആവണമെന്നില്ല. പല മെത്തേഡ്സ് ഉണ്ട്, പല ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, പല സ്ട്രാറ്റജി ഉണ്ട്. സോ ഇതിനകത്തെല്ലാം ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം വെച്ച് നല്ല രീതിയിൽ പ്രോഫിറ്റ് ആവുന്ന ആൾക്കാരുണ്ട്. സോ ഒരു നല്ല ട്രേഡർ ആവുക എന്ന് പറഞ്ഞാൽ എല്ലാ സ്ട്രാറ്റജിയും പഠിച്ചിട്ട് ട്രേഡ് ആവുക എന്നുള്ളതല്ലേ. ഇപ്പം എന്താ പറയുക, ഡിഗ്രിയിലെ എല്ലാ പേപ്പറും ക്ലിയർ ചെയ്താൽ നമുക്ക് എഞ്ചിനീയറിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന് പറയുന്ന പോലെയല്ല. ആയിരക്കണക്കിന് സ്ട്രാറ്റജീസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒന്നിൽ നമുക്ക് സക്സസ്ഫുൾ ആക്കാൻ പറ്റില്ല. അതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ കണ്ടുപിടിച്ച് അതിൽ തന്നെ വർക്കൗട്ട് ചെയ്ത് നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാലാണ്, ഏതാണോ നമുക്ക് സൂട്ടബിൾ ആവുന്ന സ്ട്രാറ്റജി അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ മെത്തേഡ് എന്ന് മനസ്സിലാക്കാൻ കഴിയുമ്പോഴാണ് നമ്മൾ നല്ല ട്രേഡർ ആവുന്നത്. സോ അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പലവട്ടം നമ്മുടെ ചാനലിൻ്റെ പല ഇൻഡിക്കേറ്റേഴ്സും പല സീരീസും തന്നെ ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പ്രൈസ് ആക്ഷനും സ്മാർട്ട് മണിയും അഡ്വാൻസും ഒക്കെ ചെയ്തിട്ടുണ്ട്. സോ എത്ര സ്ട്രാറ്റജി ആണെങ്കിലും അതിൽ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് ഏതൊരു മെത്തേഡ് നമ്മൾ ഇൻഡിക്കേറ്റർ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കൺസിസ്റ്റന്റ് ആയിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് RSI എന്ന് പറയുന്നത്, റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് എന്ന് പറയും. സോ അത് ഒരു ബൈ സെല്ല് ചെയ്യുക എന്നുള്ളതല്ല മെയിൻ ആ ഒരു ഇൻഡിക്കേറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കൊരാളുടെയും സഹായം ഇല്ലാണ്ട് ട്രെൻഡിന്റെ ഒരു പോക്ക് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആ ഒരു ഇൻഡിക്കേറ്റർ കൊണ്ട് യൂസ് ചെയ്യുന്നത്. സോ അതിലെ 2-3 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമ്മൾ പല ആൾക്കാരും RSI കുറിച്ച് അറിയുന്നവരാണെങ്കിൽ ഓവർ ബോട്ടിൽ വന്നാൽ മാർക്കറ്റ് താഴ്ത്തി വരും, ഓവർ സോൾഡിൽ വന്നാൽ മാർക്കറ്റ് മേലേക്ക് പോകുന്നതാണ്. നമുക്ക് അറിയാത്ത പല കാര്യങ്ങളും ഉണ്ടാവും. സോ അത് എനിക്ക് അറിഞ്ഞത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ ഉദ്ദേശിക്കുന്നത്. അപ്പം എന്താണ് നമ്മൾ പറയാൻ പോണ 4 പോയിന്റ് എന്ന് ആദ്യം പറയാം. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന മെത്തേഡാണ്. ഈ RSIക്ക് ഇതൊരു മെത്തേഡ് അല്ല, അത് നമുക്കുള്ള സംഭവം തന്നെയാണ്. പക്ഷെ നമ്മൾ അധികം അങ്ങനെ ആരും ശ്രദ്ധിക്കാത്തതാണ്. പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഓവർ ബോട്ടും ഓവർ സോൾഡും ആണ്. പിന്നെ ഡൈവേർജൻസ്, അതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ. പിന്നെ നമ്മൾ ടൈം ഫ്രെയിം, അത് ട്രേഡിംഗ് ടൈം ഫ്രെയിം അല്ല, ഈ RSIക്ക് ഇതുള്ള ടൈം ഫ്രെയിം ആണ്. മീൻസ് കാൻഡിൽസിന്റെ എണ്ണമാണ്. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം തന്നെ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ സംഭവം നോക്കുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ RSI എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു RSIക്കകത്ത് നമ്മൾ എപ്പോഴും ഒരു RSIയിൽ ട്രേഡ് എടുക്കുന്നവരാണെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ കൺസിസ്റ്റന്റ് ആയിട്ട് അറിയുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ 70ക്ക് മേലെ പോയി കഴിഞ്ഞാൽ ഓവർ ബോട്ടാണ്, അപ്പോൾ മാർക്കറ്റ് താഴത്തേക്ക് വരും. 30ക്ക് താഴെ പോയി കഴിഞ്ഞാൽ ഓവർ സോൾഡാണ്, മാർക്കറ്റ് മേലേക്ക് പോകാം. ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അതാണ് നമ്മളിവിടെ ഉദ്ദേശിച്ച ഓവർ ബോട്ട് ഓവർ സോൾഡ് എന്നത്. കോമൺ ആയിട്ട് വരുന്ന സംഭവമാണ് ഓവർ ബോട്ട് ഓവർ സോൾഡ്. സോ നല്ല രീതിയിൽ മാർക്കറ്റ് ഭയങ്കരമായിട്ട് കൂടുതൽ ആൾക്കാർ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രീഡ് ഇൻഡെക്സ് എന്നൊക്കെ പറയുന്ന പോലെ ഭയങ്കരമായിട്ട് ഒരുപാട് പേര് വാങ്ങിക്കൂട്ടുകയാണെങ്കിൽ ഈ സമയം ഒരു കറക്ഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം എന്നുള്ളതാണ് ഓവർ ബോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓവർ സോൾഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നല്ല രീതിയിൽ താഴത്തേക്ക് വന്നിട്ടുണ്ട്, ഇനി ഒരു കറക്ഷൻ നമുക്ക് മേലേക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ രണ്ടാമത്തെ പോയിന്റ് OBOS എന്നുള്ളത്. അതെല്ലാവരും കോമൺ ആയിട്ട് അറിയുന്നതാണ്. ഇപ്പം പലരും വിട്ടു പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈക്വിലിബ്രിയം എന്ന് പറഞ്ഞ സംഭവമാണ്. സോ ഈക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതൊരു മൊമെന്റം ഇൻഡിക്കേറ്റർ. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ട്രെൻഡ് എങ്ങടാണ് ട്രെൻഡ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ്. സോ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സാധനം എന്ന് പറഞ്ഞാൽ 50 എന്ന് പറഞ്ഞിട്ടുള്ള ഈക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ 50 ആണ്. മീൻസ് ഇതൊരു 100-ൻ്റെതാണെങ്കിൽ ഈ ഒരു ബാൻഡ്, ഈ ഒരു ലൈൻ എന്നുള്ളത് ഒരു 50-യുടെ ആയിരിക്കും, ഒരു 50% എന്നുള്ളതാണ്. സോ ഈ ഒരു മാർക്കറ്റ് ഈ RSIയുടെ വാല്യൂ 50-യുടെ മേലെയാണെന്നുണ്ടെങ്കിൽ, അത് ജസ്റ്റ് മേലെയല്ല, ഇങ്ങനെ കടന്ന് കളിക്കണതല്ല ഉദ്ദേശിക്കുന്നത്. ഇത് കടന്ന് കളിക്കുക എന്ന് പറയുന്നത് വേറെ അർത്ഥം, അത് ഞാൻ പറയാം. 50-യുടെ മേലെ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഒരു അത്യാവശ്യം നല്ല രീതിയിലൊരു കറക്ഷൻ തന്നു, ഇവിടെ തന്നെ ഇങ്ങനെ കടന്ന് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഓവർ ബോട്ടിക്ക് പോകണ്ട, ഇങ്ങനെ തന്നെ കടന്ന് കളിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് നമ്മൾ പെട്ടെന്ന് ചാർട്ടിനകത്ത് നോക്കുമ്പോൾ RSI ഇട്ട് നോക്കുന്നു, ഓക്കെ ഇത് ഇവിടെ തന്നെയാണ്, ഇങ്ങനെ എല്ലാം പോകുന്നുണ്ട്, അപ്പോൾ മാർക്കറ്റ് ട്രെൻഡ് അപ്പാണ്. ഈവൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിലും ചിലപ്പോൾ നമ്മൾ ചാർട്ടിനകത്ത് നോക്കുന്ന സമയത്ത് ഈ ഒരു കേസിൽ ചാർട്ട് ചിലപ്പം ഇങ്ങനെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ മാർക്കറ്റ് ഡംപ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ അല്ല, ഈ RSIയിൽ നോക്കുമ്പോൾ ഇതിനകത്തുള്ള കറക്ഷനാണ്. അതായത് 50-യുടെ മേലെയാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നതെങ്കിൽ ആ ട്രെൻഡ് എന്ന് പറയുന്നത്, മൊത്തത്തിലുള്ള ട്രെൻഡ് എന്ന് പറയുന്നത് അപ് ട്രെൻഡ് തന്നെയാണ്. ഇതേ കേസ് നേരെ താഴെയാണ്, ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. സോ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു കോൺസെപ്റ്റ് ഞാൻ പിന്നെ പറയാം. ഇതേ സാധനം ഇപ്പോൾ മാർക്കറ്റ് താഴത്തേക്ക് വന്നു, ഇവിടെ വന്നു, ഈ RSI ഇവിടെ വന്ന് കളിക്കുകയാണ്, ഇങ്ങനെ വന്ന് കളിക്കുന്നു, ഈ റേഞ്ചിൽ വന്ന് കളിക്കുകയാണെന്ന് വിചാരിച്ചാൽ ഇപ്പോൾ മാർക്കറ്റ് നമ്മൾ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഭയങ്കരമായിട്ട് ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു കറക്ഷനൊക്കെ വന്നു, ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ഇനി പമ്പായി, മാർക്കറ്റ് കറക്ഷൻ കഴിഞ്ഞ് ഇനി വാങ്ങാം, ഇപ്പോൾ പോയി വാങ്ങാം എന്ന് പറഞ്ഞത് വാങ്ങിക്കഴിഞ്ഞാൽ ഈ 50-യുടെ താഴെയാണ്. വിച്ച് മീൻസ് RSI പ്രകാരം മാർക്കറ്റ് ഇപ്പോഴും ട്രെൻഡ് എന്ന് പറയുന്നത് ഡൗൺ ട്രെൻഡ് തന്നെയാണ്. സോ നമ്മൾ ഏത് സമയവും മാർക്കറ്റ് ഇനിയും ഒരു താഴത്തേക്കുള്ള ഒരു സംഭവം നമ്മൾ പ്രതീക്ഷിക്കണം. സോ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, ഇത് രണ്ടുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്. ഇത് നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല, ഈ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ ഫാക്ടർ. ഇനി ഞാൻ പറഞ്ഞ മൂന്നാമത്തെ സെക്ടർ, അതായത് ഇതിനകത്ത് ഈ ഒരു ഏരിയയിൽ ഇപ്പം നിങ്ങൾ ഇവിടെ കാണാം, ഈ ഒരു റേഞ്ചിൽ തന്നെ കടന്ന് കളിക്കുന്നുണ്ട് മാർക്കറ്റ്. പലപ്പോഴും ഈ ഒരു റേഞ്ചിൽ തന്നെ കടന്ന് കളിക്കുന്നതായിട്ട് കാണാൻ പറ്റും. സോ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇക്വിലിബ്രിയം മീൻസ് ഒരു സപ്പോർട്ടോ റെസിസ്റ്റൻസോ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു റേഞ്ചിനകത്ത്, മീൻസ് ഇപ്പം ഈ ഒരു റേഞ്ച് കിടക്കുകയാണെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിനകത്ത് സപ്ലൈയോ ഒരു സപ്പോർട്ടോ റെസിസ്റ്റൻസോ എന്തെങ്കിലും ഉണ്ട് എന്ന് വിചാരിക്കാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചിലപ്പോൾ ഒരു വലിയൊരു സപ്ലൈയോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടോ റെസിസ്റ്റൻസ് എന്തെങ്കിലും, നമ്മൾ സപ്ലൈ എന്ന് പറയും SMCക്ക്, അത് ഡിമാൻഡ് സപ്ലൈ എന്ന് പറയും. സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ റേഞ്ചിനകത്ത് കടന്ന് റീബൗണ്ട് ആവുന്നതാണ്. സോ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്
ഒരു പ്രോപ്പർ ഡൗൺ ട്രെൻഡ് അല്ല. എന്നാൽ ഇവിടെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കുറച്ച് തിരക്കില്ലാത്ത ഒരു ട്രെൻഡ്, നല്ലൊരു മൂവ്മെന്റ് കിട്ടിയിട്ടുണ്ട്. സോ ഇതിനകത്ത് വരുമ്പോൾ നമുക്ക് മാർക്കറ്റ് അപ്പായിരുന്നു, വീണ്ടും താഴത്തേക്ക് വന്നു, ഈ ഒരു പ്രോപ്പർ ബ്രേക്ക്ഔട്ട് വന്നു, ഈ ഒരു റേഞ്ച് നമുക്ക് കൺസോളിഡേഷൻ ആണ്. അപ്പോൾ നമ്മൾ മാക്സിമം മനസ്സിലാക്കും ഇപ്പോൾ ട്രേഡ് ഒരു ചത്ത മാർക്കറ്റ് ആണെന്ന് പറയില്ല, ഒന്നും അറിയാത്ത ഒരു മാർക്കറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ അതാണ് ഈ ഒരു റേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഒരു പ്രോപ്പറായിട്ട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു നല്ല രീതിയിലൊരു മൂവ്മെന്റ് ഇങ്ങനെ വന്ന് ഒരു അറ്റ്ലീസ്റ്റ് ഒരു അപ്പോ ഡൗൺ എന്തെങ്കിലും തരികയാണെങ്കിൽ 50യുടെ മേലെ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അതൊരു ട്രെൻഡാണെന്ന്. ചില മീൻസ് ഒരു ട്രെൻഡ് കൺഫേം ആയി എന്നുള്ളത്. ചില സമയത്ത് മിക്കതും എന്താ വെച്ചാൽ ഒറ്റയടിക്ക് ഒരു ഒറ്റ പോക്കാണ്, ഇങ്ങനെ മേലേക്ക് പോയി അതേപോലെ താഴത്തേക്ക് വരും. അപ്പോൾ അതിൻ്റെ അർത്ഥം അതല്ല. അപ്പോൾ ഞാൻ പറയുന്നത് ഒരു വട്ടം പോയി ഒരു കറക്ഷൻ എടുത്ത് ഇങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് അപ്പോൾ ട്രെൻഡ് കറക്റ്റ് ആയി എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. സോ അതൊന്ന് നിങ്ങൾ നോട്ടീസ് ചെയ്ത് നോക്കുക, ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക, ഈ പറഞ്ഞാൽ നിങ്ങൾക്ക് വർക്ക് ആവുന്നുണ്ടോ എന്നുള്ളത്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് ഡൈവേർജൻസ് ആണ്. ഡൈവേർജൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള സാധനം ഡൈവേർജൻസ് ആണ്. അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാം. നമ്മൾ ഹയർ ഹൈ, ഹയർ ലോ, ലോവർ ഹൈ എന്നുള്ള പറഞ്ഞ കോൺസെപ്റ്റ് ഒക്കെ നമ്മൾ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ഹയർ ഹൈ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഒരു മാർക്കറ്റ് അപ്പോൾ അത് വന്നു, വീണ്ടും താഴത്തേക്ക് വന്നു, വീണ്ടും ഒരു ഹൈ തന്നു, ഇത്രയ്ക്കും ഇങ്ങനെയാണ് ഒരു ഹയർ ഹൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഒരു ഹയർ ഹൈ എന്ന് പറയുന്നത്. സോ ഈ ഒരു സമയത്ത് ഇപ്പം നമുക്ക് ഇവിടെ ഹയർ ഹൈ തന്നുകൊണ്ടിരിക്കുകയാണ് മാർക്കറ്റ് എന്ന് വിചാരിക്കുക. മാർക്കറ്റിൽ മീൻസ് ചാർട്ട് നമുക്ക് ഹയർ ഹൈ തന്നുകൊണ്ടിരിക്കുകയാണ്. സോ ആ സമയത്ത് നമ്മുടെ ഈ RSI എന്ന് പറഞ്ഞ സാധനം ലോവർ ഹൈ ആണ് തരുന്നത് വിചാരിക്കുക. അതിൻ്റെ അർത്ഥം അവിടെ തമ്മിലൊരു മിസ്മാച്ച് ഉണ്ട് എന്നാണ്. അത് എവിടെയാണ് ഈ ലോവർ ഹൈ തരേണ്ടതെന്ന് വെച്ചാൽ ഈ ഓവർ ബോട്ടിൻ്റെയോ ഓവർ സോൾഡിൻ്റെയോ അകത്ത്, മീൻസ് പുറത്ത്. അത് ഓവർ ബോട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 70ന് മേലെയാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ തന്നെ നിങ്ങൾക്ക് ചാർട്ടിൽ തന്നെ കാണിച്ചു തരാം ഈ ഓവർ ബോട്ട്, ഓവർ സോൾഡും ഡൈവേർജൻസ് തമ്മിലുള്ള എക്സാമ്പിൾ. ഇപ്പം നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു ചാർട്ടിനകത്ത്. ഇപ്പം നമുക്ക് നിങ്ങളപ്പം RSIയിലേക്ക് ഓവർ ബോട്ട് നോക്കി, ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഇത് ഒരു ഓവർ ബോട്ടിനകത്ത് വന്ന ഒരു ലോവർ ഹൈ ആണ്. ഇവിടെ ഹൈ വന്നു, വീണ്ടും ഒരു ലോ ഹൈ തന്നു. അപ്പോൾ നമുക്ക് ഇതൊരു ലോവർ ഹൈ ആണ്. ഇനി ഇതേ റേഞ്ച് നമ്മൾ മാർക്കറ്റിനകത്തേക്ക് നോക്കുമ്പോൾ എന്താ ഉണ്ടായിരിക്കണം നോക്കി, ഈ ഒരു റേഞ്ചിൽ നോക്കി നമുക്ക് ഹയർ ഹൈ ആണ് ഇവിടെ തന്നേക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് തന്നിരിക്കുന്നത് ഹയർ ഹൈ ആണ്. നിങ്ങൾക്ക് വ്യക്തമാവുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. ഇത് ചില ആൾക്കാർക്ക് ഇതിനകത്ത് തന്നെ ഈ ഓവർ ബോട്ടും ഓവർ സോൾഡും നോക്കും. സോ അത് അവരുടെ സ്ട്രാറ്റജി ആയിരിക്കും. പക്ഷേ ഞാൻ കൂടുതൽ മനസ്സിലാക്കിയത്, എനിക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റിയത് ഈ ഒരു ഓവർ ബോട്ടിനകത്ത് ഈ പറഞ്ഞ ഡൈവേർജൻസ് വരികയാണെങ്കിൽ, ഓവർ സോൾഡിനകത്ത് ഈ ഒരു ഡൈവേർജൻസ് വരികയാണെങ്കിൽ നമുക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള ട്രെൻഡ് ചേഞ്ച് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. കാരണം ഇവിടെ ജസ്റ്റ് ഇത് ഓവർ ബോട്ടിലേക്ക് വന്നു, മാർക്കറ്റ് താഴത്തേക്ക് വരും എന്ന് നമുക്കറിയാം. പക്ഷേ അത് എങ്ങനെയാണ്, ഇവിടെ നോക്കുമ്പം ഈ ഒരു ഹയർ ഹൈ തന്നു, പക്ഷേ ഇവിടെ നമുക്ക് ഇതേ റേഞ്ച് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ഹയർ ഹൈ ആണ് തന്നേക്കുന്നത്, ഇവിടെ ലോവർ ഹൈ ആണ് തന്നേക്കുന്നത്. വിച്ച് മീൻസ് ഇവിടെ ഒരു മിസ്മാച്ച് ഉണ്ട്. സോ ഏത് സമയത്തും കറക്ഷൻ താഴത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ വിചാരിച്ച പോലെ തന്നെ മാർക്കറ്റ് അതിനപ്പുറത്ത് പോയില്ല, നല്ല രീതിയിലൊരു കറക്ഷൻ. ഇവിടെ നിന്ന് ഏകദേശം 31,000 നിന്ന് ഏകദേശം 29,000 ഒരു കറക്ഷൻ നമുക്ക് അവിടെ കിട്ടി. ചെറിയ രീതിയിലാണെങ്കിൽ ചെറിയ രീതിയിലൊരു കറക്ഷൻ നമുക്ക് ഒരു 1 hour ചാർട്ടിനകത്ത് ഒരു ചെറിയ രീതിയിൽ കറക്ഷൻ കിട്ടി. സോ അതുപോലെ തന്നെ ഇനി ഓവർ സോൾഡിനകത്ത് എങ്ങനെയാ വെച്ചാൽ നമ്മൾ ഹൈ അല്ല നോക്കുക, ലോ ആണ് നോക്കുക. ഇവിടെ നമുക്ക് നോക്കാം, ഇത് ഓവർ ഹോൾഡിനകത്ത് നമുക്ക് ഒരു ലോ, ഇവിടെ ഒരു ലോ കിട്ടി, ഇതും ഒരു ലോ. അപ്പോൾ നമുക്കൊരു ഹയർ ലോ ആണ് കിട്ടിയേക്കുന്നത്. ഇതൊരു ലോ, ഇതൊരു ഹയർ ലോ ആണ്. അപ്പോൾ നമുക്ക് അവിടെയും ഇതേപോലെ ഹയർ ലോ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അവിടെ ഞാൻ നോക്കാം, ചാർട്ടിനകത്ത് നോക്കാം, ഞാൻ വല്ലാണ്ട് പോകുന്നില്ല, ഇങ്ങനെ തന്നെ എടുക്കാം ചാർട്ട്. അയ്യോ, ഇവിടെ തന്നെ എടുത്ത് കാണിച്ചു തരാം. ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇതേ പ്രൈസിന് ഇവിടെ നമുക്ക് മിസ്മാച്ച് ഉണ്ട്. ഇതൊരു ലോവർ ലോ, ഇതൊരു ലോ ആണ്, ഇത് ഹയർ ലോ ആണ്. ഇവിടെ ലോ ആണ്, ഇവിടെയും ലോ ആണ്. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ലോവർ ലോ തന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് RSI നമുക്ക് ഹയർ ലോസ് ആണ് തരുന്നത്. സോ അവിടെ നമുക്കൊരു മിസ്മാച്ച് വന്നു, ഓൾറെഡി സോൾഡിനകത്താണ്. സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ട്രെൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. ട്രെൻഡ് ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, മാർക്കറ്റ് മേലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. സോ നമ്മൾ നോക്കണം, ഇവിടെ നമുക്ക് സോണും ഉണ്ട്, നമ്മൾ മാർക്ക് ചെയ്തൊരു സോണും ഉണ്ട്. നോക്കിയപ്പോൾ മാർക്കറ്റ് ട്രെൻഡ് മേലേക്ക് പോയി. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ല രീതിയിലൊരു മാർക്കറ്റ് മൂവ്മെന്റ് ആണ് നമുക്ക് ഇവിടെ കിട്ടാൻ പറ്റിയത്. സോ ഇങ്ങനെയാണ് നമ്മൾ RSI നോക്കുക. ഇതിപ്പോൾ നിങ്ങൾ ഏത് മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിലും, ഏത് ഇൻഡിക്കേറ്ററും ഏത് സ്ട്രാറ്റജി ഉപയോഗിക്കുകയാണെങ്കിലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഡൈവേർജൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓവർ ബോട്ടിനകത്തും ഓവർ സോൾഡിനകത്തും നോക്കുക, അവിടെ ആയിരിക്കും കൂടുതൽ ആക്യുറേറ്റ് ഉണ്ടാവുക. 50 ഇക്വിലിബ്രിയം എന്നുള്ള സംഭവം നോക്കുക. 50 ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം 50യുടെ മേലെയാണ്, ഒരു പ്രോപ്പർ ആയിട്ടുള്ളൊരു ലോവർ ഹൈയും ഹയർ ഹൈ 50യുടെ മേലെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ട്രെൻഡ് കൺഫേം ആണ്. അവിടെ ഒരു ഹയർ ട്രെൻഡ്, അപ്പ് ട്രെൻഡിലേക്ക് പോവാണ്, മൊമെന്റം അപ്പ് ആണെന്ന് മനസ്സിലാക്കാം. അതിന്റെ താഴെയാണെങ്കിൽ ഡൗൺ ആണെന്ന് മനസ്സിലാക്കും. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ലാസ്റ്റ് ഉള്ള ടൈം ഫ്രെയിം എന്ന് പറയുന്നത്, അപ്പം നമ്മൾ ടൈം ഫ്രെയിം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ RSIയുടെ കേസിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ ഇൻപുട്സ് 14 ആയിരിക്കും ഉണ്ടാവുക. 14 എന്ന് ഉദ്ദേശിക്കുന്നത് 14 ക്യാൻഡിലിന്റെ ബേസിലാണ് ഇവർ തരുന്നത്. നമ്മൾ 1 hour ഒക്കെ എടുക്കുകയാണെങ്കിൽ 14 മതി. ഞാൻ ജസ്റ്റ് ബേസിക് ആയിട്ട് ഞാൻ എപ്പോഴും ഒരു 21ന്റെ ആണ് ഇടുന്നത്. 21ന്റെ ക്യാൻഡിൽ ഇടും. 21ന്റെ ക്യാൻഡിൽ ഇട്ടിട്ട് ഞാനപ്പോൾ അത് 21 ക്യാൻഡിൽസിന്റെ ഡിസ്റ്റൻസ് അനുസരിച്ചാണ് ഇത് കിട്ടുന്നത്. അത് നമുക്ക് ഓരോ ടൈം ഫ്രെയിം നോക്കാം. മിനിമം 14 ഇട്ട് നോക്കുക. നിങ്ങൾ 14 സ്റ്റാൻഡേർഡ്, ഞാനത് 21 ഇട്ടു എന്ന് മാത്രം. നിങ്ങൾക്ക് 14 ഇട്ടിട്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കാം ഏതാ വേണ്ടതെന്നുള്ളത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് തന്നെ മൂവിങ് ആവറേജ് ഉണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എനേബിൾ ചെയ്യാം. ഞാൻ അവിടെ പറഞ്ഞിട്ടില്ല, RSI ബേസ്ഡ് മൂവിങ് ആവറേജ്, അത് ഞാൻ 21 ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. സോ ഇതിനകത്ത് ഇപ്പോൾ മാർക്കറ്റ് ട്രെൻഡ് മേലേക്ക് പോകാൻ സാധ്യത ഉണ്ടായിരുന്നു. കാരണം ഈ ഒരു കറക്ഷൻ സമയത്ത്
ഈ ഒരു മൂവിംഗ് ആവറേജ് 21 ക്യാൻഡിൽ എടുത്തോണ്ട് ഞാൻ 21ന്റെ മൂവിംഗ് ആവറേജ് ഇവിടെ താഴത്തേക്ക് വന്നു, ഓവർസോൾഡ് ആണ്. ഈ ഓവർസോൾഡിന് മേലെ എപ്പോൾ മാർക്കറ്റ് കയറി വന്നു, ഈ ഒരു റേഞ്ചിനകത്ത് കയറിയപ്പം നമുക്ക് മനസ്സിലായി മൂവിംഗ് ആവറേജിന്റെ മേലെ കയറി ഓൾറെഡി. മീൻസ് മൂവിംഗ് ആവറേജ് എന്ന് പറഞ്ഞാൽ ഏതൊരു മൂവിംഗ് ആവറേജ് ആണെങ്കിലും അതിന്റെ താഴത്താണെങ്കിൽ ഡൗൺ ട്രെൻഡും, നമ്മൾ അങ്ങനെയാണ് പൊതുവെ എല്ലാവരും പഠിച്ചേക്കുന്നതും സ്ട്രാറ്റജി ചെയ്തേക്കുന്നത്. ഇതൊരു മൂവിംഗ് ആവറേജ് ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ താഴെയാണെങ്കിൽ ഡൗൺ ട്രെൻഡും ഇതിന്റെ മേലേക്കാണെങ്കിൽ മാർക്കറ്റ് അപ്പ് എന്നുള്ള ലെവലാണ് നമ്മൾ പഠിക്കുക. സോ ഇവിടെ നോക്കുമ്പോൾ ഈ ഒരു മൂവിംഗ് ആവറേജ് താഴത്തേക്ക് വന്നിട്ടുണ്ട്, ഈ ഒരു താഴത്തേക്ക് വന്നു, ഈ ഒരു ഓവർസോൾഡ് ആണ്, വിച്ച് മീൻസ് ഓൾറെഡി മേലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. സോ ഇങ്ങനെ മേലേക്ക് പോയി ഇത് മേലെ ക്ലോസ് ആയപ്പോൾ നമുക്കൊരു കൺഫർമേഷൻ കിട്ടി, ഓക്കെ മാർക്കറ്റ് ചെറിയ രീതിയിൽ അപ് ട്രെൻഡ് വരുന്നു. ഇപ്പോൾ അത് വീണ്ടും താഴത്തേക്ക് വന്നിട്ടുണ്ട്, ചെറിയ രീതിയിൽ താഴത്തേക്ക് വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഇവിടെ നമുക്ക് എന്താ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഹവറിന്റെ ശരിയിൽ ഈ ഒരു ഡൈവേർജൻസ് നമുക്കൊരു ലോവർ ലോ ആണ് കിട്ടിയേക്കണേ, ലോവർ ലോ ആണ് കിട്ടിയേക്കണേ. ഇവിടെയും നമുക്ക് ഇത് ഈക്വൽ ട്രെൻഡ് കൺഫേം ആവുമോ എന്നുള്ളത് നമുക്ക് പറയാം. ഇവിടെ നമുക്ക് ഒരു ലോവർ ലോ കിട്ടി, ഇനി ഇതേ സാധനം മാർക്കറ്റിൽ പോകണമെങ്കിലും ഇവിടെയും നമുക്ക് ഒരു ലോവർ ലോ ആണ്. അപ്പോൾ ഇവിടെ ഒരു മിസ്മാച്ച് ഇല്ല, ട്രെൻഡ് ഡൗൺ ആയിരുന്നു എന്നുള്ളത് നമുക്ക് ഏറെക്കുറെ ഉറപ്പാണ്. കാരണം ആ ഒരു കൺഫർമേഷൻ നമുക്ക് ഇവിടെ തന്നെ കിട്ടി. ഇനിയിപ്പോൾ ഇവിടെ നമുക്കൊരു ഹയർ ലോ ആണ് കിട്ടുന്നത് വിചാരിക്കേ, ഒരു ഹയർ ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു ഹയർ ലോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം ഓക്കെ മാർക്കറ്റ് ചിലപ്പോൾ ട്രെൻഡിലേക്ക് പോകാൻ സാധ്യതയുണ്ട്, മേലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇപ്പം നമുക്കതാ ഈ ഒരു ഭാഗത്ത് തന്നെ ഈ ഒരു ലോയും, ഇനിയിപ്പോൾ ഇവിടെ ഒരു ലോ എന്തിനാണ്, ഇവിടെ ഒരു ഹയർ ലോ ആണ്, ഇതും ഹയർ ലോ ആണ്. അപ്പം മാർക്കറ്റ് മേലെ പോകണം. ഇനി ഇവിടെ നമുക്കൊരു മിസ്മാച്ച് വരികയാണെങ്കിൽ ഇവിടെ ഒരു കുറച്ചും കൂടി ലോവർ വരികയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം മിസ്മാച്ച് വരുമ്പോൾ ട്രെൻഡ് കൺവേർട്ട് ആവാൻ പോവാണ്, ചേഞ്ച് ആവാൻ പോവാണെന്ന്. സോ ഇത് എനിക്ക് കുറച്ച് മനസ്സിലായിട്ടുള്ള വീഡിയോയിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. സോ ഞാൻ പറഞ്ഞു വന്നത് ഇത് ഒരു ബൈ ചെയ്യാം സെല്ല് ചെയ്യാം എന്നുള്ളതല്ല. നിങ്ങൾക്ക് ഒരാളുടെ സഹായം ഇല്ലാണ്ട് ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് RSI ഇൻഡിക്കേറ്റർ നിങ്ങൾക്ക് നോക്കാം, ഓക്കെ ഇതാണ് സംഭവം, ഇങ്ങനെയാണ് അവസ്ഥ, മാർക്കറ്റ് ചിലപ്പോൾ മേലേക്ക് പോവാം, താഴത്തേക്ക് വരാം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾ സ്വന്തമായിട്ട് ഏത് സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുന്നത് അതിനകത്ത് ഈ RSI എന്ന് പറഞ്ഞ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ നോക്കി നോക്കുക. ഇവിടെ 21 ഇടണം ഞാൻ ഒരിക്കലും പറയില്ല, 14 ഇട്ടാലും മതി. ഞാനത് ബേസിക്കിന് ഇട്ടുമെന്ന് മാത്രം. നിങ്ങൾ അതൊന്ന് ചെയ്തിട്ട് ഈ പറഞ്ഞ എസ്പെഷ്യലി ഈ ഓവർബോട്ട് ഓവർസോൾഡിനകത്ത് വരുന്ന ഡൈവേർജൻസ്, മാർക്കറ്റിൽ വരുന്ന ആ സംഭവം ഈക്വിലിബ്രിയത്തിന് മേലുള്ള ട്രെൻഡ് നിങ്ങൾ നോക്കുക. അത് മാത്രം നോക്കിയിട്ട് നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒന്ന് പറയാം. ഇത്രയേ ഉള്ളൂ വീഡിയോ. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്.